കാലം ചെയ്ത മുൻ കോട്ടയം ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരിയുടെ ഇളയ സഹോദരനാണ് ശ്രീ സാവിയോ കുന്നശ്ശേരി. ഇദ്ദേഹം ഈയിടെ ചില വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തി. സീറോ മലബാർ സഭയിൽ പൊതുവെ ആർക്കും അറിയില്ലാത്ത ചില അരമന രഹസ്യങ്ങളാണ് അദ്ദേഹം ഒരു വീഡിയോ വഴി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ, നിങ്ങൾ കേൾക്കുക. സീറോ മലബാർ സഭയുടെ 22 ഏക്കർ സ്ഥലം ഞങ്ങളുടെ അരമനയിൽ ഇരുന്നാണ് എഗ്രിമെൻ്റ് എഴുതിയത്. അതിൻ്റെ അഡ്വാൻസ് കൊടുത്തതും ഞങ്ങളുടെ ബിഷപ്പായിരുന്നു. ആ സ്ഥലത്തിനകത്ത് 7 ഏക്കർ സ്ഥലം കോട്ടയം രൂപതയ്ക്കുള്ളതായിരുന്നു. എന്നാൽ ആ ആധാരം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി അലക്സിനെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും ഉണ്ടാള് അതിന് ഡോക്യുമെൻറ്റേഷന് സർവേക്കൊക്കെ ചെന്നപ്പോൾ അന്നത്തെ ഞങ്ങളുടെ എത്ര റോമിലായിരുന്നു ഈ സീറോ മലബാറിന് വേണ്ടി. എന്നാൽ അത് മുഴുവനായിട്ടും ആധാരം എഴുതിയേക്കാൻ പറയുകയും പിതാവിനെ അറിയിക്കുകയും പിതാവ് റോമിൽ നിന്ന് പറഞ്ഞു അവർക്ക് അത്ര ആഗ്രഹമാണ് അങ്ങ് എഴുതിയേക്കാൻ പറയും. എന്നാൽ തൂങ്കുഴി പിതാവ് മറ്റോ ഇടപെട്ട് ഏതെങ്കിലും കാരണവശാൽ അത് വിൽക്കുകയാണെങ്കിൽ കോട്ടയം രൂപതയ്ക്ക് 7 ഏക്കർ കൊടുത്തേക്കണമെന്നൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അത്രയും പോലും കാര്യങ്ങൾ ചെയ്ത ഞങ്ങളുടെ കോട്ടയം രൂപതയെ പിന്നീട് ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനം വന്നപ്പോൾ 2 വോട്ടിന് തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടു. കാക്കനാട് സീറോ മലബാർ സഭ ആസ്ഥാനമിരിക്കുന്ന 22 ഏക്കർ സ്ഥലം വാങ്ങുവാനുള്ള തീരുമാനമായത് കോട്ടയം രൂപത ആസ്ഥാനത്ത് വെച്ചായിരുന്നു. ആകെയുള്ള 22 ഏക്കറിൽ 7 ഏക്കർ കോട്ടയം രൂപതയുടെ പേരിലായിരിക്കും എന്നായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത് കോട്ടയം രൂപതയാണ്. കോട്ടയം രൂപതയുടെ ആസ്ഥാനത്ത് വെച്ച് തന്നെയായിരുന്നു കരാർ എഴുതി ഒപ്പിട്ടതും. പക്ഷേ ആധാരം എഴുതിയപ്പോൾ അതിൽ കോട്ടയം രൂപതയ്ക്കുള്ള 7 ഏക്കറിനെ പറ്റി ഒരു പരാമർശവുമില്ല. അവരുടെ പേരിൽ 7 ഏക്കർ എഴുതി വെച്ചിട്ടില്ല എന്നർത്ഥം. അവർ ഭൂമിക്ക് അഡ്വാൻസായി കൊടുത്ത തുക തിരിച്ചു കിട്ടിയതായി രേഖകളൊന്നും ഇല്ലതാനും. ഇതിൻ്റെ ശരിയായിട്ടുള്ള വസ്തുക്കൾ അറിയാവുന്ന ആരെങ്കിലും പഴമക്കാർ നമ്മുടെ ഇടയിലുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ബിഷപ്പുമാർ തമ്മിലുള്ള ഇടപാടായതുകൊണ്ടും പണം കൈമാറ്റം ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഇതിൽ ചില ദുരൂഹതകൾ ഇല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. ചില കള്ളക്കളികൾ, അത്രയേ ഉള്ളൂ. 7 ഏക്കർ ഭൂമി കോട്ടയം രൂപതയുടെ പേരിലാണ് വാങ്ങുന്നത് എന്ന ധാരണയിലാണ് ഈ 22 ഏക്കറിന് അവർ അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുന്നു. എന്നിട്ട് ആ 7 ഏക്കർ സ്വന്തം പേരിൽ വാങ്ങാതിരിക്കുക, അഡ്വാൻസായി കൊടുത്ത തുക തിരിച്ചു കിട്ടിയതിൻ്റെ രേഖ ഇല്ലാതിരിക്കുക. അതിൻ്റെ അർത്ഥം മറ്റു രൂപതകളെല്ലാം കൂടി കോട്ടയം രൂപതയെ കബളിപ്പിക്കുകയായിരുന്നോ? അതുപോലെ തന്നെ സീറോ മലബാർ സഭാസ്ഥാനം നിർമ്മിക്കാനുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് മറ്റു രൂപതകൾക്കൊന്നുമില്ലാതെ കോട്ടയം രൂപതയ്ക്ക് മാത്രം ഈ 7 ഏക്കർ? ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഇത്. ഒന്നുകിൽ കൽദായ സമൂഹം കബളിപ്പിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ എന്തോ കാര്യസാധ്യത്തിനായി ഈ ഭൂമി വാങ്ങുവാനായി എന്ന വ്യാജേന ഒരു പാരിതോഷികം സഭയ്ക്ക് കൊടുത്തു എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു എമൗണ്ട് കൈമാറുവാനായി അവർ ഈ വസ്തു വാങ്ങലിനെ മറയാക്കി എന്നല്ലേ സംശയിക്കാൻ പറ്റൂ, നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇതേതാണ്ട് 10-30 വർഷം മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. കൽദായ സമൂഹം ചില പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. തങ്ങളുടെ രൂപതയെ ഒരു അതിരൂപതയായി ഉയർത്തണമെന്ന ഡിമാൻഡിന് ജ്ഞാനായേതര മെത്രാന്മാർ തടസ്സം നിന്നിരുന്നു, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത. കാരണം അവരുടെ കീഴിലായിരുന്നല്ലോ ഈ കോട്ടയം രൂപത. എന്ത് വില കൊടുത്തും ചങ്ങനാശ്ശേരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ജ്ഞാനായ ഇതര ബിഷപ്പുമാരുടെ സപ്പോർട്ട് നേടിയെടുക്കുക കോട്ടയം രൂപതയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരുന്നു. കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അങ്ങനെയിരിക്കുമ്പോഴാണ് ആ സമയത്താണ് കുപ്രസിദ്ധ അഭയ കേസ്. രൂപതയിലെ 3 പ്രമുഖ വൈദികരും ഒരു കന്യാസ്ത്രീയും കുറ്റാരോപിതർ. മുഖം രക്ഷിക്കണമെങ്കിൽ കേസ് അട്ടിമറച്ചേ പറ്റൂ. അതിനുവേണ്ടി പൊടിക്കുവാൻ അവർക്ക് കോടികളുണ്ട്. പക്ഷെ കോടികൾ മാത്രം പോരല്ലോ, രാഷ്ട്രീയ സ്വാധീനവും പിൻബലവും വേണം. അതിന് മുഴുവൻ സീറോ മലബാർ സഭയുടെ തന്നെ പിന്തുണ അവർക്ക് ആവശ്യമായിരുന്നു. ഒരുപക്ഷെ മേൽപ്പറഞ്ഞ 2 കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഭൂമി വാങ്ങൽ നാടകം അരങ്ങേറിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുവാനായിരുന്നില്ലേ മെത്രാന്മാരുടെ ഈ തരികിടകൾ, കള്ളക്കളികൾ?
ഇതിൻ്റെ പിന്നിലെ കളികൾ എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ ശ്രീ സാവിയോ കുന്നശ്ശേരി കൂടുതലൊന്നും വിശദീകരിച്ച് കണ്ടില്ല. അദ്ദേഹമൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, 7 ഏക്കർ കോട്ടയം രൂപതയ്ക്ക് എന്ന വാഗ്ദാനത്തിൻ്റെ പുറത്താണ് തോമാക്കുന്ന് വാങ്ങിയതെങ്കിൽ നഷ്ടപരിഹാരവും പലിശയുമടക്കം അത് അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ സീറോ മലബാർ സഭ ബാധ്യസ്ഥമാണ്. ഒരുപക്ഷെ ഇതുപോലുള്ള അധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ സഭാസ്ഥാനത്ത് ഇന്നുവരെ സമാധാനമില്ലാത്തത്. താങ്ക് യു വെരി മച്ച്.